മണിപ്പൂർ എന്ന സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. ആ സംസ്ഥാനം ഇപ്പോഴും കലാപകലുഷിതമാണ്. ഈസ്റ്റർ ദിനത്തിൽ പൊതു അവധിയാണ്. എന്നാൽ മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാർ ഈസ്റ്റർ ദിനത്തിലെ പൊതു അവധി പിൻവലിച്ചു. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാനായി BJP നേതാക്കളെല്ലാം ഓടി നടക്കുകയാണ്. അവരെല്ലാം നോക്കേണ്ടത് മണിപ്പൂരിലേക്കാണ്. മണിപ്പൂരിൻ്റെ മുറിവുണങ്ങിയിട്ടില്ല. ഇത്രയും കാലം നീണ്ടുനിന്ന ഒരു കലാപം ഇന്ത്യ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കലാപത്തെ ആസൂത്രിതമായി ക്രിസ്ത്യൻ വിരുദ്ധത ആളിക്കത്തിക്കാനുള്ള അവസരമാക്കി സംഘപരിവാർ മാറ്റി. ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഈസ്റ്റർ. ആ ദിനത്തിൽ രാജ്യത്തെല്ലായിടത്തും പൊതു അവധി നൽകേണ്ടതാണ്. പക്ഷേ മണിപ്പൂർ വ്യത്യസ്തമായി. ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാർ ഈസ്റ്റർ ദിനത്തിലെ അവധി പിൻവലിച്ച് ഉത്തരവിറക്കി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. 2014 147 അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ നടന്നുവെങ്കിൽ 2023 അത് 687 ഉയർന്നുവന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ പറയാണ്. അവരാരും നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഞാൻ അവരോടൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സന്ദേശം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മറുപടി പറയാൻ പരിമിതിയുണ്ടല്ലോ, എനിക്കറിയില്ലല്ലോ. അതേസമയം നേരിട്ട് അവരുമായിട്ട് ഞങ്ങളൊക്കെ നേരിട്ട്, നിങ്ങളിപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ആ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കേരളത്തിൽ BJPക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം. ഇതിനായുള്ള നാടകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത്. चर्च के पादरी भी हिंसा के शिकार हो रहे हैं. കേരളത്തിലേക്കല്ല BJP പോകേണ്ടത്, മണിപ്പൂരിലേക്കാണ്.